ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. തൈലാഭിഷേകം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് ഈശോ ലാസറിന്റെ ഭവനത്തിൽ അതിഥിയായിട്ട് വരികയാണ്. അവിടെ മറിയം തൈലം പൂശി യേശുവിനെ ആരാധിക്കുന്നതും മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ട ലാസർ നിമിത്തം യേശുവിനെ കാണുവാൻ വരുന്ന ജനങ്ങളും യേശുവിനെ ശുശ്രൂഷിക്കുന്ന മർത്തയും പണത്തോടുള്ള ആർത്തി കാണിക്കുന്ന യൂദാസുമൊക്കെയാണ് ഈ ഉപമയിൽ അല്ലെങ്കിൽ ഈ ഭാഗത്തിൽ നാം കാണുന്നത്. സ്നേഹമുള്ളവരെ, വിലയേറിയ സുഗന്ധ തൈലം യേശുവിൻ്റെ പാദത്തിൽ പൂശുകയും സ്വന്തം തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്ത മറിയം, ആ മറിയം യേശുവിനെ ആരാധിക്കുകയും പൂർണ്ണമായും തന്നെ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. സെന്റ് അഗസ്റ്റിൻ ഈ ഒരു ഭാഗത്തെ ഒരു ചെറിയ വാചകത്തിൽ ചേർക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: മറിയം സ്നേഹിച്ചു, യൂദാസ് കണക്കുകൂട്ടി. അതെ പ്രിയമുള്ളവരെ, നാം നമ്മിലേക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് യേശുവിനെ സ്നേഹിക്കുവാനും പൂർണ്ണമായും നമ്മെ തന്നെ സമർപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ യൂദാസിനെ പോലെ കണക്കുകൂട്ടിയാണ് നാം ഓരോന്നും ചെയ്യുന്നത്? യേശുവിനെ സ്നേഹിക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതുമൊക്കെ നമുക്കെന്തെങ്കിലും കിട്ടുമോ എന്ന കണക്കുകൂട്ടലിലാണ്. ഈ നോമ്പ് കാലത്ത് ആത്മാർത്ഥമായി മറിയത്തെ പോലെ യേശുവിനെ സ്നേഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.